ചന്ദ്രദാസും ആനിയും ഇപ്പോൾ ദൂരെ ഒരു സ്ഥലത്ത് വളരെ സന്തോഷകരമായ ജീവിതമാണ് നയിക്കുന്നത്. ചന്ദ്രദാസിൻ്റെ അസുഖങ്ങളെല്ലാം ഭേദപ്പെട്ടു. അവർക്കൊരു പെൺകുഞ്ഞും കൂടി പിറന്നു. 4 പേരുമായി വളരെ സന്തോഷകരമായി തന്നെ മുമ്പോട്ട് പോവുകയാണ്. രാജീവ് മേനോൻ മദ്യലഹരിയിൽ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. തൻ്റെ മകനെ നഷ്ടപ്പെട്ട സങ്കടത്തിൽ തന്നെയാണ് രാജീവിൻ്റെ ജീവിതം. ആനിയോടൊപ്പം മകൻ സന്തോഷവാനായിരിക്കുമെങ്കിലും തനിക്ക് തൻ്റെ മകനെ അടുത്തെന്നും വേണമെന്നും കാണണമെന്നുമുള്ള ആഗ്രഹമൊക്കെയാണ് രാജീവിനെന്നും. എൻ്റെ മകൻ വളർന്നപ്പോൾ ആരെപ്പോലെയാണ് കാണാൻ? ആനിയെപ്പോലെ ആയിരിക്കുമോ, തന്നെ ആയിരിക്കുമോ? എന്നെങ്കിലും അവൻ തൻ്റെ അടുത്തേക്ക് വരുമോ എന്നൊക്കെയുള്ള ആശങ്കയിലായിരുന്നു രാജീവ്. തുടർന്ന് സ്ഥിരം മദ്യപാനവും ഒക്കെയായി തന്നെ രാജീവ് മുമ്പോട്ട് പോവുകയായിരുന്നു. അങ്ങനെയാണ് രാജീവ് ഒരു ദിവസം ഹോസ്പിറ്റലൈസ്ഡ് ആവേണ്ടി വന്നു. ഒടുവിൽ ആശുപത്രിയിൽ കിടക്കയിൽ വെച്ച് രാജീവിന് ഏറ്റവും വലിയ ആഗ്രഹം തൻ്റെ മകനെ ഒരു നോക്കൊന്ന് കാണണമെന്നായിരുന്നു. തൻ്റെ മകനെ അവസാനമായി ഒന്ന് കണ്ടിട്ട് മരിച്ചാൽ മതി എന്നുള്ള ആഗ്രഹമായിരുന്നു രാജീവിൻ്റെ ആഗ്രഹപ്രകാരം തന്നെ മാഗി ആൻറ്റി ആനിയെ കണ്ടെത്തുകയും ആനിയുടെ വിവരങ്ങളെല്ലാം പറയുകയും ആനി എന്നാൽ ഒന്നിനും സമ്മതിക്കാതിരുന്നപ്പോൾ മാഗി ആൻറ്റി നേരിട്ടെത്തുകയും ആനിയോടെല്ലാം പറഞ്ഞ് സമ്മതിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. ഒടുവിൽ ആനി തൻ്റെ മകനെ വിട്ടു നൽകാനായി തയ്യാറായിരുന്നില്ല. ചന്ദ്രദാസ് ഒടുവിൽ ആനിയോട് പറഞ്ഞു, ആ വലിയ മനുഷ്യന് കാരണമാണ് ഇന്ന് ഞാൻ ജീവനോടെ ഈ ഭൂമിയിലുള്ളത്. നമ്മൾ അതിന് നന്ദികേട് കാണിക്കാൻ പാടില്ല. നിനക്ക് നിൻ്റെ മകനെ പിരിയേണ്ടി വന്നപ്പോൾ തന്നെ അദ്ദേഹം നിനക്ക് മകനെ തിരികെ നൽകിയില്ലേ? ഇപ്പോൾ അയാളുടെ ഒരു ആവശ്യത്തിന് മകനെ അവസാനമായി കാണണമെന്ന ആഗ്രഹം അത് നമുക്ക് സഫലമാക്കി നൽകണം. ഇല്ലെങ്കിൽ ചെയ്യുന്നത് നന്ദികേടായി പോവും. അതുകൊണ്ട് തന്നെ മകനെ ഒന്ന് കാണിക്കാൻ ആയിട്ട് വിടണം ആനി. ഇല്ലെങ്കിൽ ഒരിക്കലും ആ കുറ്റബോധം നമ്മളിൽ നിന്നും മാറില്ല എന്നെല്ലാം പറഞ്ഞ് ആനിയെ കൊണ്ട് ചന്ദ്രദാസ് സമ്മതിപ്പിക്കുകയായിരുന്നു. തൻ്റെ മകനോട് കാര്യങ്ങളെല്ലാം ആനിയും ചന്ദ്രദാസും പറഞ്ഞു. ചെറുപ്പത്തിൽ തന്നെ പക്വതയുള്ള കുട്ടിയായതുകൊണ്ട് അവനെല്ലാം തന്നെ മനസ്സിലായി. ഒരുപാട് വിഷമത്തോടെ ആണെങ്കിലും ആനി തൻ്റെ മകനെ വിട്ടു നൽകി. അവനങ്ങനെ അച്ഛനെ കാണാനായി എത്തി ചന്ദ്രദാസ്. പിന്നീട് തൻ്റെ മകനെ കണ്ടപ്പോൾ തന്നെ ചന്ദ്രദാസിന് തൻ്റെ അസുഖം ഒരുപാട് മാറുകയും പിന്നീട് അങ്ങോട്ട് സന്തോഷത്തിൻ്റെ ദിനങ്ങളുമായിരുന്നു ചന്ദ്രദാസിന്. തൻ്റെ മകനുമായി വളരെ സന്തോഷകരമായ ജീവിതം തന്നെ നയിച്ചു. ആനിയെ ഫോണിലൂടെ വിളിക്കുകയും തൻ്റെ മകനെ എപ്പോൾ വേണമെങ്കിലും കൊണ്ടുപോകാമെന്ന് പറയുന്നെങ്കിലും അച്ഛനാണ് ആരും ഇല്ലയെന്ന് മനസ്സിലാക്കി മകൻ പിന്നെ അച്ഛനോടൊപ്പം തന്നെ നിൽക്കാനുള്ള തീരുമാനത്തിലായിരുന്നു. അവന് എല്ലാ കാര്യങ്ങളും തന്നെ ബോധ്യപ്പെട്ടതുകൊണ്ട് അവൻ്റെ അച്ഛനോടൊപ്പം പിന്നീട് ദിവസങ്ങൾ ചെലവഴിക്കാനായിരുന്നു ഇഷ്ടപ്പെട്ടിരുന്നത്. എപ്പോൾ വേണമെങ്കിലും ആനിക്കും കുടുംബത്തിനും തൻ്റെ മകനെ വന്ന് കാണാം എന്നും രാജീവ് പറഞ്ഞതോടെ ആനിയും അതിനോടൊക്കെ പാകപ്പെട്ട് വന്നു. വർഷങ്ങൾക്ക് ശേഷം അവൻ വളർന്നു. രാജീവിൻ്റെ കൂടെ തന്നെയായിരുന്നു അവൻ്റെ ജീവിതം. രാജീവിൻ്റെ കൂടെ നല്ല മിടുക്കനായി തന്നെ അവൻ ജീവിച്ചു. അച്ഛൻ്റെ പ്രിയ പുത്രനായി തന്നെ അവൻ വളർന്നു. മകൻ തൻ്റെ ജീവിതത്തിലോട്ട് വന്നപ്പോൾ മുതൽ രാജീവ് തൻ്റെ സ്വഭാവം എല്ലാം തന്നെ മാറ്റി. മദ്യപാനവും എല്ലാം തന്നെ മാറി. പിന്നീട് അങ്ങോട്ട് മകനോടൊപ്പം നല്ല ദിനങ്ങൾ ചിലവഴിക്കാനുള്ള ആവേശത്തിലായിരുന്നു രാജീവ്. മകനുമൊത്ത് സന്തോഷകരമായ ജീവിതം തന്നെ രാജീവ് പിന്നീട് അങ്ങോട്ട് നയിച്ചു. എന്നാൽ പറ്റുമ്പോഴെല്ലാം മകൻ പോയി തൻ്റെ അമ്മയെ കാണാറുമുണ്ട്. ഇപ്പോൾ അവൻ അച്ഛനും അമ്മയും ഒക്കെ കിട്ടിയതിൻ്റെ സന്തോഷത്തിലുമാണ്.